പോണ വഴിയിലുള്ള മരുഭൂമിയും കാര്യങ്ങളാണ്. പക്ഷെ അത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. ആമിയൊക്കെ നല്ല ഉറക്കത്തിലാണ്. കമ്മൂസിന് ആമീനെ പിടിച്ച് എത്തുന്നത്. ചുണ്ണാമ്പ് മലകൾ, ആമിയെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുക അല്ല ആമിയെ. ഇതാണ് ചുണ്ണാമ്പ് മല. കണ്ട ആമിയെ? കണ്ട ആമിയെ? മരുഭൂമിയൊക്കെ കഴിഞ്ഞിപ്പോ ഈന്തപ്പനത്തിന്റെ തോട്ടം കണ്ട. ഈന്തപ്പന തോട്ടല്ലേ ആമിയെ? വലിയ മല, ചുണ്ണാമ്പ് മലകളുള്ള കൂമ്പാരാണ് ഇവിടെ. അങ്ങനെ നമ്മ ഇവിടെ ഇപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു ചുണ്ണാമ്പ് കല്ലുകൊണ്ടൊക്കെ ഉള്ളൊരു പാറ കാണാനാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ വന്ന വഴി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമുക്ക് ഇവിടെ ഒരു ഗുഹയുടെ കാണ്ട് ഒക്കെ കണ്ട വലിയ മല. ഇതിൽ കൂടെ ഒന്ന് പോയി നോക്കി നോക്കാം. ശ്രദ്ധിച്ചാൽ വഴിക്ക് വീഴും, തെന്നി വീഴണ്ട. വലിയ മലയാ. ചൂടുണ്ട് കേട്ടാ, ചൂടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ചൂടുകാലമായ കാരണം ആ അവിടെ ഒന്നും വേറെ ഒന്നും ഇല്ലേ? ഇവിടെ ഗ്യാപ്പിൽ കൂടെ അല്ലേ? ഇത് കൂടെ ഗ്യാപ്പിൽ കൂടെ പോവാ. നമുക്ക് തിരിച്ച് അവിടേക്ക് എൻട്രൻസ് വഴി തന്നെ പോവാം. നമുക്ക് അതൊക്കെ അമ്മൂസിനെ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം അല്ലേ അമ്മൂസെ? കമ്മൂസ അങ്ങോട്ട് കയറിക്കോ നോട്ടെ. വേണ്ട, ചിലപ്പോ ഇത് ഇഴുക്കലുണ്ടാവും. ആ അതന്നെ. ആ വാ കമ്മൂസ, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാം. വായോ മൂസ. ഈ വഴി നമുക്ക് മേലേക്ക് പോയി നോക്കി നോക്കാം. കയറി വരുമ്പോ തന്നെ ഇവിടെ കൂടാരം വിരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ കട സെറ്റപ്പൊക്കെ. ഇതെന്തോ നിസ്കരിക്കാനൊക്കെ ഉള്ളതാണെന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ.
ഇവിടെയൊക്കെ നമുക്ക് എല്ലാവർക്കും വന്നിരിക്കുക, കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ പോയി നോക്കാം, ഈ വഴി ഇങ്ങനെ പോയി നോക്കാം മേലേക്ക്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറേണ്ടത്, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ടു കേവ്. കയറി നോക്കാം നമുക്ക്. ഒരാൾക്ക് കിഡിന് 23 റിയാലല്ലേ, അല്ലാത്തവർക്ക് 57.5 റിയാല്. അങ്ങനെ നമ്മൾ 3 പേരും ഒരു ചെറുതും. അങ്ങനെ ഇതാണ് കേവ്. കേവിലേക്ക് കിടക്കാൻ പോകണം. ഇതാണ് കേവ്. കുറച്ചുകൂടി രാത്രിയാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ടുണ്ടാവും. ഓരോ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ചൂടായ കാരണം, തണുപ്പ് കാലാണെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായേനെ കറങ്ങിയ ആൾക്ക്. ആ യാമി കയറ്റം ഉണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇങ്ങോട്ടും പോവാ വേറെ വഴി, അങ്ങോട്ടും പോവാ വേറെ വഴി. ഇതാണ് ഗുഹ എന്ന് പറഞ്ഞാൽ. ഇതും ആക്കി ആൾക്കാർക്ക് പൈസയും കൊടുത്ത് കയറിപ്പോൻ. ഇവിടെയൊക്കെ രാത്രി വന്നിരുന്ന് സംസാരിക്കാനൊക്കെ രസമാട്ടാ. പക്ഷെ നമ്മുടെ വീട് ഇവിടെ എടുത്തില്ല മാത്രം. ദമാമിന്ന് 170 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടേക്ക് ദൂരം. ആ ഇവിടെ വരുന്നവർക്ക് ചാർജ് ചെയ്യാനും അതിനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, ആ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിൽ കയറിക്കാണല്ലോ അല്ലേ പറഞ്ഞാല്. വലിയ വലിയ ചുണ്ണാമ്പ് കല്ലുകളുള്ള പാറ. ലോകത്തിൽ തന്നെ ഒരു വിധം വലിയ പാറകളാണെന്ന് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. ആമിയോടെ ഡാൻസ് കളിച്ചേ. ഇവിടെയുള്ള ആൾക്കാരുകൾ കയറി പോണൊക്കെ മേലേക്കൊക്കെ. ഇവർക്ക് പിന്നെ എന്തുവാ, അവര് മൊത്തത്തില് നടക്കാം. ആ എല്ലാവർക്കും കയറാം, മേലേക്കൊക്കെ ആയിട്ട് കയറാം. പക്ഷെ നമ്മ ഫാമിലി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറണ്ട. ഇവരൊക്കെ മേലെ കയറിക്ക, മേലേക്ക് കയറിപ്പോകാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ഈ വഴി പോയി നോക്കാം എങ്ങനെയാണുള്ളത്. ഇവിടെ ഇപ്പം കുറച്ച് ആൾക്കാരുകളൊക്കെ ഉണ്ട്. ചൂടാണെങ്കിലും ഇത് കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരുകളൊക്കെ ഉണ്ട്. കുറേ വേറെ സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ തന്നെ, ഈ പരിസരത്ത് തന്നെ. അതിലൊരു മെയിനായിട്ടുള്ള സ്ഥലം എന്ന് പറയാനുള്ളത് ഇത് മാത്രം. എന്ത് വലിയ ഇതുകളാണ് നമ്മുടെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്, വലുപ്പം. ആ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് തണുപ്പായിട്ടാ. ഇതിൻ്റെ ഉള്ളിൽ AC ഇട്ട പോലെ. അവിടെ കിളികളൊക്കെ പാറി പറന്ന് നടക്കുന്നുണ്ട് കണ്ടാ അവിടെ. ആ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് നല്ല തണുത്ത കാറ്റെങ്ങനെ വരുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. കുറേ വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുത്തരാ ആമിയുടെ ഫോട്ടോ എടുത്തരാ ആമിയെ. ആ ഇതിൻ്റെ ഇടയ്ക്ക് ചെന്ന് ഞാൻ ഫോട്ടോ എടുത്തരാം. പക്ഷെ ഇരുട്ടാണ്, കുഴപ്പമില്ല, എന്നാലും എടുക്കാം. അല്ല നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
ഫ്ലാഷ് അടിച്ചെടുക്കേണ്ടി വരും ഫോട്ടോ. ഫ്ലാഷ് അടിച്ച് ആ അവിടെ നിന്നോ, ഞാൻ ഫോട്ടോ എടുത്തുതരാം. കമ്മൂസ് ഇവിടെ മാറിക്കടി. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ, ഈ കാറ്റും കാര്യങ്ങളും, ഇരുട്ടാണ്, വെളിച്ചൊക്കെ കുറവാണ്. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഇവരെവിടേക്ക് പോയേ? ആ ഇവരിവിടെ ഉണ്ടല്ലേ. ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചുണ്ട്, കുഴപ്പമില്ല, എടുക്കാം നമുക്ക്. എന്തോരായിട്ടാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഫുള്ള് ഗുഹ തന്നെ. വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഫുള്ള് ഗുഹകൾ തന്നെ ആയിട്ട് തോന്നുള്ളൂ. ഇതെന്ത് കിട്ടും സംഭവം? അടർന്നു പോകണമല്ല, അത്രയ്ക്കും ബലമുള്ളതാ. ഇതെന്ത് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്നുണ്ട്. ആ ഫോട്ടോ എടുക്കാൻ ആൾക്കാരുകൾ നിൽക്കുന്നുണ്ട്. അത് മലയാളിയൊന്നും ഉണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. ആമി ആ ആമി പറഞ്ഞ അപ്പം കേൾക്കും. ആ ഇങ്ങോട്ട് അവിടെ വന്നിട്ട് അത് പിടിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. കൈമ പൊടിയായി പപ്പിന്നൊക്കെ. അങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ആ കിട്ടിയില്ലേ? ഫോട്ടോ എടുക്കാനൊക്കെ നല്ല റേറ്റ് പറയില്ല. 10 രൂപയിലായിരിക്കും ചിലപ്പോൾ. 10 രൂപയിലായിരിക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. ആ ആമി കൈ പിടിച്ച ആ മാമൻ്റെ ഇല്ല, അത് കൈയൊന്നും പിടിക്കില്ല. കൈ കൊട്ടി നടക്കണം അവർക്ക്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ആമീനെ പിടിച്ചോണ്ട് പാടി. നടന്നോ കയറ്. ഇങ്ങോട്ട് വീഴാണ്ട് നോക്കിക്കോ കേട്ടോ. വാ സ്ലിപ്പ്. ആ ആണോ? എന്നാൽ ഞാൻ അതിനെ പിടിച്ചോണ്ട്. ആ മാമനോട് അതിനറിയാം പേടിയുണ്ടെന്ന്. ആമി നമുക്ക് മേലേക്ക് കയറിപ്പോയല്ലോ. പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കയറിപ്പോ. ഇവിടെ ഇട്ടാ നമുക്ക് കാണില്ല, ഭയങ്കര ഇരുട്ടാ. ഇവിടെ ഫ്ലാഷ് ഓണൊക്കെ ഉണ്ടാവുന്നു. നമുക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഭയങ്കര ഇരുട്ടായിട്ടാ അതിൻ്റെ ഉള്ളിൽ. പൊടിൻ്റെ ഇട്ടാ നിറച്ച്. നോക്കി ക്യാമറയിൽ അറിയാൻ പറ്റും. നോക്കിയാ നിറച്ച് പൊടിയാ. ഇത് ആവണുണ്ടില്ലേ? നിറച്ച് പൊടിയാ നമുക്ക് കയറിയിട്ട്. ഫുള്ള് ആമിയെ നമ്മൾ എവിടെ ഇറങ്ങാം നമുക്ക്. ആമിയെ അങ്ങനെ നമ്മൾ ആ ഗുഹയുടെ ഉള്ളിൽ കയറി ഇറങ്ങി. വാ കമ്മൂസും ഇടുവാ, ആമിയും ഇടുവാ. പിന്നെ തുടർന്ന് പോയി നോക്കാം. ആ അതുപോലെ ആ അതന്നെ ശ്രീകാന്തിൻ്റെയും റോബിൻ്റെയും പോലെ ഉണ്ട്. ആമിന്ത് ഇങ്ങനെ അവിടെ നടക്കണ്. ഇവിടെ വിളിച്ചിട്ടിട്ട് നല്ല ഫോട്ടോ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഫോട്ടോ എടുത്തരാം. അല്ല ആമിയെ നല്ല ലൈറ്റ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഗുഹ. വീട് അവിടെ ചേച്ചി കയറുന്നു കമ്മൂസ് മേലയിൽ. ആ ആമി ഓടി നടത്തുന്ന കളിക്കുക. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതിൽ പിന്നെ വേറൊരു എൻട്രൻസ് ഇങ്ങനെ പോവാ.
നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. നമുക്ക് ഈ പുറത്തത്തെ വെളിച്ചമൊന്നും പിടിക്കില്ല, കാരണം മൊത്തം കവർ ചെയ്ത് അടഞ്ഞു കിടക്കും. അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചില്ല അല്ലേ? ആ അങ്ങോട്ട് പോവാം, പക്ഷെ മൊത്തത്തിൽ പോയി നോക്കാൻ പറ്റില്ല. ഞാനും വരാം. രണ്ടുപേരും പിടിക്കിട്ടാ. ആറ് അങ്ങ് പോയി നോക്കി നോക്കാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വെളിച്ചില്ലാത്തവർക്ക് നമുക്ക് ഇതിട്ട് പോകണം. കാര്യങ്ങൾ ബോഡി വിട്. ഈ വഴി പോയിട്ട് ഞാൻ ആ വഴി വരാം. ഇവിടെ ഈ വഴി ഇവിടത്തോടുകൂടി തീർന്നു. ഗുഹ. അയ്യോ നമുക്ക് പോയി കൊടുക്കാം, മാറിക്കൊടുക്കാം. അവരിൻ്റെ ഉള്ളിൽ കയറിട്ട് നമുക്കിനി ഇറങ്ങാം. ഇവിടെ നിന്ന് ഇത്ര ഉള്ള സ്ഥലം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് ആ വഴി തന്നെ പോവാം. ശരി. ആമ ഇങ്ങോട്ട് ഓടിപ്പോണ ആമിയ. നീ പോക്കോ. എവിടേക്കാ ആമിയ അങ്ങോട്ട് പോണ്? അവിടെ ഇരുട്ടുണ്ട്. വായോ. അങ്ങോട്ട് വാ. വാ അതൊക്കെ പോട്ടാ. ഇറക്കാണേ, ഓടണ്ട. ഇനി വെക്കും അതൊക്കെ. ഇവിടെ വരെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു. എൻ്റെ ബാഗിൽ വെക്കായിരുന്നില്ലേ, പക്ഷെ ചാർജ് ഇല്ലേ ഫോണിൽ. 60 ഉള്ളൂ. ഇത് തന്നെ. ഇത് ആലിബാബ എന്ന് പറഞ്ഞ പേരും കൂടി ഇതിനുണ്ട്. ആലിബാബ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടതാ. ആലിബാബ എന്നാണ് ഈ ഗുഹയുടെ പേര്. ഫുള്ള് പുറത്തുനിന്ന് ആൾക്കാരുകൾ കാണാവുന്നുണ്ട് കുറേ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല സെറ്റ് തന്നെ. പക്ഷെ ഇവിടെ നടന്ന് കാല് കളിക്കണ്ടാ. ഇതിൽ കൂടി ഉണ്ട് വഴി. ഇതൊന്നൊരു സാധനം. വേസ്റ്റ് ഇടാനുള്ള കാര്യങ്ങളൊക്കെ. ചെറിയ കൺജസ്റ്റഡ് ഏരിയ എന്നുണ്ട്. അതെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ശരിയാ. അതിൻ്റെ കണ്ണ് തന്നെ പേടിയാവും. ശരിയാ. ഉള്ളിൽ ബ്ലാക്ക് ഇട്ടിട്ട് ശരിയാ. ഇതാണ് പ്രശ്നം കേട്ടാ. ആ ഗ്യാപ്പിൽ കൂടെ പോവാൻ. നമുക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ കൊണ്ട് കയറി പോകാനുള്ള പരിപാടി നോക്കാൻ പോയിട്ട് അവർ പോട്ടെ. ഞാനേ ഫ്ലാഷ് ഓൺ ആകട്ടെ. ഫ്ലാഷ് ഓൺ ആക്കി. ഇനി ഇവിടെ കയറണ നോക്കിയോ. ഉണ്ടോ ഇത്ര ഗ്യാപ്പുള്ളൂ. നമ്മൾ ചെരിഞ്ഞ് വേണം കയറാൻ.
നമുക്ക് കയറി പോയി നോക്കി നോക്കാം. വാ നീ പോന്നോ, ഇത് പോന്നോ, എൻ്റെ പിന്നാലെ പോന്നോ നീ. ഫുള്ള് ഇരുട്ട് ഏരിയ. അവിടെ എന്തെങ്കിലും കർബിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ ചിലപ്പോൾ കറങ്ങി തിരിച്ച് അങ്ങോട്ട് എത്തുമായിരിക്കും അപ്പുറത്തേക്ക്. നോക്കി നോക്കാം. ആ അത് മേലെ എന്നുള്ള വിളിച്ചേക്കൂടി. നടന്നു പോയി നോക്കാം. പേടിക്കാനൊന്നുമില്ല, ഇതിൽ കൂടിയും പോവാം, പക്ഷെ പറ്റില്ല. കല്ല് നിൽക്ക് നോക്കില്ലേ. ഇത് കഴിഞ്ഞൂടി. ഇവിടെ വരുമ്പോ ശ്വാസം മുട്ടുണ്ട് കേട്ടാ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞു മേലേക്ക്. നീ ഇവിടെ ഇല്ല ഒന്നും. വന്നോ നീ? ആ അതിൽ കൂടെ വഴി ഉണ്ടായിരുന്നില്ലേ, വെറുതെ കുനിഞ്ഞു വന്നു. അത് ചെറിയക്ക് പോകാൻ പറ്റുള്ളൂ. ആമിക്ക് പോവാം. അവര് പണ്ടത്തെ ആൾക്കാർ കുത്തിപ്പൊളിച്ചുണ്ടാക്കിയിട്ടുള്ള ഗുഹ പോലെ അവർക്ക് താമസിക്കാൻ വേണ്ടിട്ടേ. അവര് കല്ല് നിക്കണ തന്നെ ഇതായിട്ടാ. എന്താ ഒരു ഗ്യാപ്പില്ല അവിടെ ഇവിടെ ഇങ്ങനെ മുട്ടാണ്ട് നിക്ക. പൊടിന് ഭയങ്കര പൊടിയുണ്ട് കേട്ടാ. ക്യാമറ കൂടെ അറിയാൻ പറ്റും നമുക്ക്. പൊടി കുറേ ഒക്കെ നമ്മുടെ മൂക്കിൽ പോവും. അപ്പം ആ ഗുഹയിലേക്ക് ഉള്ളിൽ കയറിയില്ലേ, അതിൻ്റെ ഉള്ളിൽ കയറി വന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നു. ഇനി നമുക്ക് ഈ വഴി പോയി നോക്കി നോക്കാം. നമ്മൾ വന്ന വഴി ഇതാ. ഇനി ഈ വഴി പോയി നോക്കി നോക്കാം എന്തുണ്ടാവാന്നുള്ളത്. ഇവിടെ എൻട്രൻസിൽ മാത്രം വവ്വാലുകൾ കാര്യം ഉണ്ടായുള്ളൂ അല്ലേ? വേറെ തരം കിളികളല്ലേ? പാറ ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. പാറ ആ എന്താ മീയ നമുക്ക് അതങ്ങോട്ട് പാടിൻ്റെ ആയിരിക്കും പോവാൻ. അതാണ് കല്ല് വെച്ചിരിക്കുക. കുറേ ആൾക്കാരുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു വഴിയുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ അടച്ചിട്ടിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അടച്ചിട്ടുണ്ടാകും. എന്തെങ്കിലും അപകടം മുമ്പൊക്കെ ഉണ്ടായില്ല, അവർ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ വഴി നിന്ന് പോയി നോക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് വന്നത്, അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് പോയി നോക്കി നോക്കാം. ഇവിടെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക്, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. ഈ വഴി പോയി നോക്കാം. കഴിഞ്ഞില്ല അവിടുത്തെ വഴി. കല്ലൊക്കെ മേലെ നിന്ന് വീണിട്ടാ നടക്കണ്ടാവും. നമ്മളിപ്പോൾ ഈ വഴിയും പോയി ഈ വഴിയും പോയി.
ഇപ്പം നമുക്ക് തിരിച്ച് ഈ വഴിന് പോകാം. എന്നിട്ട് ആ കഴിഞ്ഞു. അല്ല നമ്മൾ ഒരു വഴി ഇനിയിപ്പോൾ വേറെ പോകാനുണ്ട്. അത് പുറത്താന്നുണ്ട്. കണ്ണാട വഴി, ആ വഴി പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വഴി നമുക്ക് പുറത്തേക്കുള്ള വഴിയുണ്ട്. ആ വഴി പോയിട്ട് അവിടെ വേറൊരു വഴി, ആ വഴി പോയി നോക്കാം. വലിയ 57 റിയാലിൻ്റെ സംഭവം ഒന്നും കാണാനൊന്നുമില്ല. പക്ഷെ ഗുഹ ഒരു വലിയ ഗുഹയുണ്ടല്ലേ, അത് കാരണം പോയി നോക്കാം നമുക്ക് ഈ വഴി. ഇനി വന്നാൽ ഈ വഴിയും പോയതാണ്. ഇനി ഈ വഴി തിരിച്ച് പോയി നോക്കാം. ആൾക്കാർ കൂടി, നമ്മൾ വരുന്ന സമയത്തിനൊക്കെ ആൾക്കാരുണ്ട്. ഇപ്പം ഇവിടെ ക്യാമറ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആൾക്കാരുകൾക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കും. പിന്നെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ നിൽക്കാം. കാരണം ഇവിടെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഒരുവിധം. വന്ന വഴി തന്നെ തിരിച്ചിന് പോയി നോക്കാം. ഇനി ഗുഹയെ കൂടെ നമുക്ക് തിരിച്ചു പോവാം. ഇത് തന്നെയല്ലേ വന്ന വഴി നമ്മ? അതല്ലേ? ആ ഒരു ഇതുപോലെ വയറിങ് ഐഡിയ ചെയ്തിട്ടുള്ളതാ. സിമെന്റ് പോലെ ഇട്ടിട്ട് കല്ലൊക്കെ. ഇല്ല ആ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഐഡിയകൾ അറിയില്ല. പക്ഷെ ഇവിടേക്ക് അവിടെ കേരളത്തിലല്ലേ അറിയുള്ളൂ. അങ്ങ് സൗദിത്തെ അറിയില്ലല്ലോ. അങ്ങനെ വെളിച്ചത്തിലെത്തിയ അമ്മ തിരിച്ച് വെളിച്ചത്തിലെത്തി. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് കഴിഞ്ഞു. അത് കണ്ട് ഇപ്പം തിരിച്ച് നമുക്ക് പോവാം. വലിയ വലിയ പാറകളും കാര്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ടൊരു മല. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു കണ്ണാടി സ്ഥലം, ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ. കണ്ട കണ്ണാട. കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതിന്, അല്ലെങ്കിൽ അത് വാശി പിടിച്ച്. നിങ്ങളൊന്നും ഞാൻ ഫോട്ടോ എടുത്തരാം. ഉള്ള ഇല്ല അല്ലേ? ഇല്ലേ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഇല്ല. ഇപ്പം നിങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് എടുക്കുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ക്യാമറാമാൻ വരെ വരുമില്ലേ? അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് വരും. അപ്പം നമ്മ ഈ സ്ഥലത്ത് കയറി ഇറങ്ങി. ഇതിനാണ് നമ്മ ഈ ദമാമിന്ന് 160 സംതിങ് കിലോമീറ്റർ ഓടി 2 മണിക്കൂർ വണ്ടിയിൽ കയറി പോകുന്നത്. ആമി പറഞ്ഞപ്പോൾ അതിന് അമ്മ എന്ന് പറഞ്ഞില്ല കേട്ടാ. ഇനിയിപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോവും. ആമി ഇങ്ങോട്ട് വന്ന ആമിയെ കമ്മൂസും ചെല്ലടി ചെല്ല്. ആ വെള്ളം തരും. ഉന്തല്ലേ? വീടിനൊരു കരച്ചിൽ എല്ലായിടത്തും പോയി കഴിഞ്ഞാലുണ്ടാവും. കുടത്തിൻ്റെ അവിടെ ഇരുത്തിയിട്ട് ഏയിലില്ല വേണ്ട. ആമിയയിൽ കൊട്ടിക്കോ, ചെണ്ട കൊട്ടിയ. വാ, ആമിയുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വഴി അങ്ങോട്ട് പോയി നോക്കിയോക്കാം. അവിടെ എന്തോ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോരല്ലേ?
രാത്രിയാകുമ്പോൾ ഈ ലൈറ്റൊക്കെ ഇടുന്നതുകൊണ്ട് ഈ ലൈറ്റൊക്കെ ഇതിനെ പറ്റിയിട്ട് ഇതിലെഴുതിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ അറിയാൻ ഇതിൽ നോക്കിയാൽ മതി. ഇപ്പം നമ്മ തിരിച്ച് സ്ഥലത്തേക്ക് എത്തി, പുറത്തേക്ക് എത്തി. വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയോ അറബിയിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നീ നടന്നോ. നമ്മ കയറി കൊടുത്ത് തിരിച്ച് എത്തി. പോവാനുണ്ടോ? ഇത് കൂടെ അല്ലേ? ഇതിൻ്റെ അപ്പുറത്താണ് നമ്മ വണ്ടി ഇട്ടിട്ടുള്ളത്. ഈ വഴി ചാടി കയറി വന്നാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മ പോയി അവിടെയൊക്കെ പോയി കുറേ ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ നടന്ന് കുഴപ്പമില്ല. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ ഗംഭീര ചൂടായി. അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇനി നമുക്ക് തിരിച്ച് എങ്ങടാ എന്താ സെറ്റപ്പ് എന്നുള്ളത് നമുക്കിനി പോയി നോക്കിയിട്ട് വരാം. ഇതൊക്കെ നമ്മ നേരത്തെ കയറി വന്ന സ്ഥലം അപ്പുറത്ത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി നോക്കി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ വന്നത് കളിപ്പാട്ടത്തിൻ്റെ കടകളൊക്കെ കൂടി ഉണ്ട്. നമുക്ക് നോക്കാം എന്തുകൂടെ കളിപ്പാട്ടമുള്ളത് നോക്കട്ടെ കേട്ടോ. നിങ്ങി ഒന്ന് കറങ്ങി, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം അതിൻ്റെ ഉള്ളിലേക്ക്. ഞങ്ങളൊന്ന് ഇതിൻ്റെ ഉള്ളിൽ വിളി ഒന്ന് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയിട്ട് വരാം. അല്ല ജസ്റ്റ് ഇല്ല കടയുടെ ഉള്ളിൽ ഇപ്പം വരാം. ചെല്ല്, നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങി എന്നാ വായോ ബസ്സിൻ്റെ ഉള്ളിൽ പോയി നോക്കിയിട്ട് വരാം കളിപ്പാട്ടത്തിൻ്റെ. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഒന്നും മേടിക്കാനല്ല താമസം, നമുക്ക് പോയി നോക്കാം. നമുക്ക് വാ. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാ എങ്ങോട്ട് വലിച്ചോണ്ട് പോണു കമ്മൂസ്? നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതൊക്കെ ഒന്നും ഇതൊന്നും വേണ്ട. ഇവിടെ കുറെ കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ എന്തൊക്കെ തിരിയായിരിക്കും. കൈ പോയില്ലേ? കുഴപ്പമില്ല കേട്ടാ. മറ്റേ ഗെയിം ഇതൊന്നും ബുദ്ധിയുള്ള ഗെയിമൊന്നും അവൾക്ക് വേണ്ട. അവൾക്ക് കളിക്കാൻ പറ്റില്ല. വല്ല പാവ ഇതൊക്കെ ബുദ്ധി കൂടിയ ഗെയിമാണ് വിടിയിക്കുന്നത്. അതിൻ്റെ വലുത് അതന്നെ 15 റിയാലിൻ്റെ ടോർച്ച്. ഇവിടെ 3 റിയാലാണ് അതിന്. 10 മറ്റേ തമ്മൂസ് നിനക്ക് പറ്റിയ ഇതൊന്നുമില്ല. അബാക്കസൊക്കെ ഉണ്ട്. അത് തോക്കിൻ്റെ കണ്ണാന്നുണ്ട്. വെറുതെ ഇരുന്നിട്ടില്ലേ? ഒന്നുമില്ലേ പിള്ളേർക്ക്? ഒക്കെ ഒരുമാതിരി കാര്യമില്ലാത്ത സാധനങ്ങളാണ്. ഒക്കെ പൂരപ്പറമ്പിൽ കിട്ടുന്ന പോലത്തെ ടൈപ്പ് ഇവിടെ AC റൂമിൽ കൊണ്ട് വെച്ചിരിക്കുക. കമ്മൂസ് വേണമെന്ന് പറഞ്ഞ സാധനം ഇതാ ജെല്ല് പോലത്തെ. ഇതൊക്കെ ചെറുത് ഈ ആശാത്തി സാധനം കടിച്ച് പൊട്ടിച്ച് കുടിക്കും. ഇത് മേടിക്കണമെന്നില്ലേ? തോക്കിൻ്റെ ഉണ്ടേക്കില്ലേ? ഇതൊന്നും എൻ്റെ ഉണ്ടല്ലോ നാട്ടില് അല്ലേ? ഇതുണ്ട് ഓരോ വേറെ ടൈപ്പാന്നുള്ളത്. ഇത് ഫോട്ടോ ഫ്രെയിം ചെയ്യാണ്.
സ്പ്രിങ് വാള അതൊരു സാധനം അത് ഇവിടെ അവിടെ വീണ് തട്ടി വീഴാനുള്ളതൊക്കെ. ഈ ഗെയിമിൻ്റെ സാധനം നല്ലതാണ് മേടിക്കാൻ. അതിന് റേറ്റ് 24 റിയാല്, 24 റിയാലുള്ളൂ അതിന്. ആ അത് എടുക്കാം. ആ അതിലുണ്ട് അല്ലേ? അതില്ല ഏതായാലും ഉണ്ട്. ഇത് വേറെ വെച്ചിട്ടുള്ളതാ. മുടി കാര്യങ്ങളൊക്കെ അത് രണ്ടു കൊടുക്കുക. അപ്പം ഈ സാധനം മേടിച്ചു കമ്മൂസിന്. അത് നല്ലതാണ്, നമുക്ക് കളിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതാണ്. ഞാൻ പോയിരുന്ന് കളിക്കും. ആ മാറ്റിയിട്ടിരിക്കുന്നത് വാ നമുക്ക് പുറത്തേക്ക് പോവാം. തണുപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ ചെയ്യണതൊക്കെ സ്പ്രേ. നല്ല കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണത്. അറിയില്ല, നോക്കി നോക്കാം. ഇവിടെ നല്ല ഇരുന്ന് സെറ്റാക്കാനുള്ള. ആ ഈ ചൂടുള്ളതാണ് കൊണ്ടിട്ടാ. ഇവിടെ എത്തുമ്പോഴേക്കും ആവിയായി പോവാ സ്പ്രേ. നമുക്ക് ഈ 57 റിയാലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള പരിപാടിയൊന്നും അത്ര ഇതല്ല. എന്തായാലും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് കയറി വന്നതാന്ന് മാത്രം. ഇത് ആ മല അവിടെ കാണാം. അവൾക്ക് വെള്ളം കുടിക്കാൻ കുറേ നേരമായിട്ട് പറഞ്ഞാൽ അല്ലേ അമ്മൂസ ഇങ്ങോട്ടെ. ഇവിടെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ. വെറൈറ്റി സാധനങ്ങളുണ്ട്. ലാസ്റ്റ് ഉണ്ട് ചോക്ലേറ്റ് പറയില്ല നിങ്ങൾ അല്ല അതുണ്ടാവും. കമ്മൂസിൻ്റെ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ്. നീ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് കുടിക്കാൻ പോണു. ചെമ്പരത്തിപ്പൂ ഇതില്ലാത്തൊരുക്കുള്ള സാധനം, അതിൻ്റെ ജ്യൂസ് തന്നെ കുടിക്കും. ബട്ടർ സ്കോച്ചാണോ ആറ്റത്തെ മങ്കത? ഇത് ചോക്ലേറ്റ് വാനിലയും സ്ട്രോബെറിയും പിന്നെ ചോക്ലേറ്റ് ഉള്ളത്. അവൾക്ക് കൊടുക്കണ്ട കേട്ടോ, അവൾക്ക് കൊടുക്കണ്ട. ആ സ്പൂൺ കളയണ്ടാ. നീ അവിടെ പോയിരുന്നോ? ചെല്ലടി, നീ അവിടെ പോയിരുന്നോ? വരാം ഞാൻ കോഫിയുടെ ഐസ്ക്രീം പറഞ്ഞു. സോ ഈ തറന്നിട്ട് പറഞ്ഞത് ഇതൊന്നിട്ടാ മാംഗോ മങ്ക എടുത്ത തന്നെ അല്ല, ഇത് മാംഗോ സ്ട്രോബെറി വാനില. ആ ഇത് കോഫിയുടെ. ആ ഈ ജ്യൂസ് കുടിച്ചാ ഒരുമാതിരി മുന്തിരി ഉണ്ടെന്ന് തോന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ. ഒരു പുളി. ആ അതിന് വേറെ നല്ലത് അറിയണത് മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. നീ അത് കുടിക്കും, കുറച്ച് കുടിക്കും. ആ നല്ലതാണ്, കുറച്ച് കുടിക്കും. കളർ വയ്ക്കും. എന്നിട്ട് ഐസ്ക്രീം ആയ് ചേട്ടാ ഇവിടെ നിന്നോ, ഫോട്ടോ എടുത്തരാ. കുടിക്കുന്നേ. ഞാനേ ഇപ്പം ഐസ്ക്രീം കഴിക്കട്ടെ എന്നിട്ട് വരാട്ടോ. ഇതിപ്പോൾ ഈ കോഫിയുടെ ഐസ്ക്രീമാണ് ഇവരുടെ ഐസ്ക്രീം എല്ലാവരുടെയും നല്ലത്. എന്നിട്ട് അത് കാരണം കമ്മൂസ് പോയി കോഫിയുടെ മേടിച്ചു പോകുന്നു. എന്നിട്ട് ആ അപ്പുറ സൈഡിൽ വേറെ ഉണ്ടെന്നല്ലേ, അത് പോയി നോക്കി നോക്കാം. കഴിക്കട്ടെ. പിന്നെ ഈ എൻട്രൻസും കാര്യങ്ങളും കാണാനൊക്കെ നല്ല മെനുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നമുക്ക് മൊത്തം നഷ്ടമാണ്. 50 അല്ലല്ലോ
57.5 രൂപ. ആ ലൈറ്റൊക്കെ വന്നു. ഇത് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കയറിയത്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നമ്മുടെ വണ്ടി ഇട്ടുണ്ട്. ഹൈവേ. നമുക്കിനി വണ്ടിയിൽ കയറാം. നമ്മുടെ വണ്ടി സാറെ ഇട്ടപ്പുറത്ത് എത്തി. ആ അങ്ങനെയാണല്ലേ? 50 രൂപ ഫീസ്. ആ ഇവിടെ വേറ്റ് കൂടുതലാട്ടോ എല്ലാത്തിനും സൗദിയിൽ. നമ്മൾ എന്ത് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിലും അതിൻ്റെ വേറ്റ് കൂടുതലാണ്. അതിൻ്റെ ഉള്ളിൽ ഇനി നമ്മൾ നേരത്തെ പോയതല്ലേ? ഇനിയിപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണം. വാ കയറ്. ഇപ്പം ഞങ്ങൾ പോട്ടെ. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. വാ ഡോർ തുറന്ന് നമുക്ക് തുറക്ക. കുറച്ചുകൂടി അവധി തുറക്കും. ആ കണ്ടില്ലേ ഇപ്പം അവധി തുറന്നപ്പോൾ കയറി. ആമി ആദ്യം കയറി സെറ്റായിരിക്കും. ഇപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് നമ്മ പോയ മലയുടെ ബാക്കിലെ മല കൂമ്പാട്ട. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിയിൽ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇറങ്ങിയ ഒരുത്തി ഓടി. കുഴപ്പമില്ല. ഈ കല്ലൊക്കെ നിൽക്കണമെങ്കിൽ ചെറിയൊരു ഇതിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഈ അടിഭാഗത്ത് ഈ പാറയുടെ കണക്ഷൻ ഉണ്ട്. അത് കാരണം ഇങ്ങോട്ട് ശരിയില്ല. കണ്ടില്ലേ ഇവിടെ ഉണ്ടോ? ഇവിടെ തട്ടാണ്ട് നിൽക്കണത്. പക്ഷേ സാധനം ചെരിഞ്ഞ് വീഴില്ല. ഇവിടെ ഒരു കണക്ഷൻ പോയിട്ടുണ്ട്. ആ ചെറിയൊരു കണക്ഷൻ ഇതിനെ താങ്ങി നിർത്തിയിരിക്കുക. അതുപോലെ തന്നെ ഒരു ഇതെല്ലാ പാറകളും അങ്ങനെ തന്നെ. നല്ല ചൂട് കാറ്റ്. ആമി വന്ന ഫോട്ടോസ് എടുത്തരാം. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. മണല് ഇങ്ങോട്ട് കയറ്റി നമുക്ക് പോകായിരുന്നു 4 വീലർ ഡ്രൈവ് ഉണ്ടെങ്കിൽ. ഇവിടെ ഉള്ളവരൊക്കെ കയറ്റും. ഇവിടെ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നല്ല. അതുകൊണ്ട് എൻ്റെ ഈ ഷൂവും സീനാ വീഴും ഇവിടെ കയറുമ്പോൾ. എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം നമുക്ക്? അങ്ങോട്ട് കയറി പോയിട്ട് കല്ലുകളൊക്കെ നിൽക്കണൊക്കെ. ഇവിടെ ചൂട് കാറ്റാട്ടാ. നല്ല ചൂട് കാറ്റുണ്ട്. പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഏത് സ്ഥലം എന്നുള്ളത് അറിയില്ല. ശ്രീത്തേട്ടൻ പറഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് വരാം. ഇതിൻ്റെ ഇടയിൽ കൂടെ അല്ലേ ഇങ്ങനെ വെള്ളം ഒലിച്ച് അങ്ങോട്ട് പോവും മഴ പെയ്യുമ്പോൾ. കാരണം ഇതിൽ വെള്ളം കെട്ടി നിൽക്കില്ലല്ലോ, ഒലിച്ച് പോകുള്ളൂ. അപ്പോൾ ആ പാറകളുടെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളം കാര്യങ്ങളൊക്കെ ഈ വഴി ഇങ്ങനെ റോട്ടിക്ക് പോവും. റോട്ടിക്കല്ല, അങ്ങനെ സൈഡിലേക്ക് കയറി പോവും. അപ്പോൾ നമുക്ക് മേലേക്ക് കയറി. വണ്ടി നമ്മുടെ അവിടെ കിടക്കുന്നത് കണ്ട. ഇതല്ല നമ്മുടെ വണ്ടി അപ്പുറത്ത് വേറെ. നമുക്കിങ്ങനെ ഈ കയറ്റം കയറി പോവാം. അയ്യോ എന്തോരം കല്ലുകൾ ഇങ്ങനെ ആയിട്ട് കിടക്കണേന്നാ. ഇതൊന്നും വീഴില്ല, കാരണം അത്രയ്ക്കും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് അടിയത്തെ ഈ പാറയമ്മ. ഇത് ഈ പാറ നിൽക്കണോക്കി. തൊപ്പിപ്പാറ, തൊപ്പി പോലെ ഉണ്ട്.
ഈ പാറ നോക്കിയേ, ആദ്യം അതുപോലെ തന്നെ ഈ പാറ നോക്കിയേ. ഇതൊന്നും കാലങ്ങളായിട്ട് നിക്കണായിരിക്കും. ഇതിന് വെള്ളം ഇങ്ങനെ ഒഴുകി പോയിട്ടേ ആ അങ്ങനെ ഒട്ടേ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇവിടെ ഇവിടെ നല്ല അൽക്കുലത്ത് കുറേ പാറകളുണ്ട്. ഈ പാറൊക്കെ നിൽക്കണോക്കില്ലേ. ഈ പാറ നിൽക്കണ രസമായി. ആ നിൽക്ക്, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയിരിക്കുക. അവിടെ ഉണ്ടാവില്ല വരും കുറേ പിള്ളേർ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. എടുത്തിട്ടില്ല, ഞാനേ അവർ പോയിട്ട് എടുക്കാൻ വെച്ചിട്ടാ. ഈ പാറ ചാരി അവിടെ കുറേ ആൾക്കാരുകളുണ്ട് അപ്പ സൈഡിൽ. ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇതാണ് പാറ. ദമാമിൽ നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു. ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 മണിക്കൂർ ഓട്ടോ ഉണ്ട്. അത് തന്നെ ബാസിന് വീഡിയോ എനിക്ക് ഉറക്കോ. ഇതെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അറബിയിൽ. ആ ബാസിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സൗദിയാണ് കൂട്ടുകാരൻ. ആള് ഭയങ്കര വിറ്റ, നമ്മുടെ നല്ല കൂട്ടുകാരാണ്. സഹായിന് ഇരുട്ടായി. നമ്മൾ ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. നമുക്ക് തിരിച്ചു പോവാം. തിരിച്ച് വേറൊരു സ്ഥലമുണ്ട്. ഫോൺ എൻ്റെ അല്ല, എന്നാ ഞാനിത് കയ്യിൽ കൂടി നിൽക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്തതും ഗുഹ തന്നെയാണോ അത് ശ്രീതാട്ടാ? അടുത്തൊരു ഗുഹയും കൂടി ഉണ്ട്. നമുക്ക് അവിടെ കൂടി ഒന്ന് പോയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, അവിടെ എത്തിയിട്ട് വരാം. അമ്മ ഇങ്ങനെ ഇവിടെ അടുത്ത സ്ഥലത്ത് എത്തി. ആമീന എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുക. അപ്പോൾ നമുക്ക് ഗുഹയിലൊന്ന് പോയി നോക്കി നോക്കാം അല്ലേ അമ്മ? ഏതൊന്ന് ഞാൻ ശരിക്കും പിടിക്കട്ടെ, ഇങ്ങനെ പിടിച്ചു നോക്കായ. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മുടെ വണ്ടി ഇതാണ് അമ്മ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഗുഹ. രാത്രിയായി. നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത കാരണം നമുക്ക് ഇവിടേക്ക് അങ്ങനെ വെളിച്ചത്തിൽ കിട്ടിയില്ല. കുറച്ച് ഇരുട്ടായി പോയി ഇവിടേക്ക് എത്തിയപ്പോൾ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങനെ ഉള്ളിലേക്ക് പോകാനുള്ള ഗുഹയൊന്നും ഇല്ല അല്ലേ. ഫോട്ടോ എടുക്കാൻ കാലത്ത് വരാണെങ്കിൽ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ആയിട്ട് ഇവിടെ കയറുന്ന ഫോട്ടോ എടുക്കുക, അത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഇത്ര ഒരു ഗ്യാപ്പ്, ആൾക്കാർക്ക് ഇരിക്കാം, മഴയത്തൊക്കെ ഇരിക്കാൻ. ഈ തണുപ്പ് കാലത്ത് നല്ല സുഖമായിരിക്കും ഇവിടെ ഇരിക്കാൻ അല്ലേ. കയറി സുഖമായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ ചീട്ടുകളികളുണ്ടാവും. ഇവിടെയും ചീട്ടുകളി ഉണ്ട്, സൗദികൾ. അയ്യോ ഇത് ആ അതാണ് ഈ കരി അല്ലേ. പണ്ടത്തെ ആൾക്കാർ ഇവിടെ തീയിട്ടിട്ട്. പക്ഷെ നല്ല ഉറപ്പുള്ള കല്ല. കുപ്പികള് ഇവിടെ ചിലപ്പോ രാത്രി ഇവിടെ ഒക്കെ ആൾക്കാർ വന്നിട്ട് ഇത് ഉണ്ടാക്കാനുണ്ടാവും, ബാർബിക്യും കാര്യങ്ങളൊക്കെ. ഇല്ല അല്ലേ? ഇല്ല കേട്ടാ, സോറി. അപ്പോൾ ആൾക്കാർ സമ്മതിക്കില്ല ഇവിടെ ബാർബിക്യൂ ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു ഗുഹ, അത്രയ്ക്ക് വലുപ്പമുള്ളൊരു ഗുഹ.
ഇവിടെ എത്ര ഉള്ളൂ കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഗുഹ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് വീട്ടിലേക്ക് പോവാം. ഇവിടെ നിന്ന് 2 മണിക്കൂർ ദൂരമുണ്ട്. മെയിൻ ഹൈവേ ഒക്കെ സ്ട്രെയിറ്റ് പോവാം, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. നമുക്ക് പോകാം. ശരി, അവിടെ എത്തിയിട്ട് വീട്ടിലെത്തിയിട്ടാണ്. ഞങ്ങൾ അങ്ങനെ സ്ഥലത്തൊക്കെ പോയി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ റൂമിലെത്തും. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ.